إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മാനവരാശിക്ക് മാർഗദർശനത്തിന്റെ വെളിച്ചവുമായി കടന്നുവന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വർണ്ണിച്ചാലും വർണ്ണനകൾക്ക് അവസാനമില്ലാത്ത നേതാവിന്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞു തീർക്കുക അസാധ്യം. നമ്മെ ഏറെ സ്നേഹിച്ച സ്നേഹനിധിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ നമുക്കാവണം. പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ പിൻകാലക്കാരിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മിൻ അശദ്ദി ഉമ്മത്തി ലി ഹുബ്ബൻ നാസുൻ യകൂനൂന ബഅദി യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലി. എൻ്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവരിൽപ്പെട്ടവർ
എനിക്ക് ശേഷം വരുന്നതാണ്. അവരെ യബദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി, സ്വന്തം കുടുംബവും സമ്പത്തും പകരം നൽകിയെങ്കിലും എന്നെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കേണ്ടതാണ്. നമ്മുടെ ഹബീബിനെ അളവറ്റ് സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സമ്പത്തിനേക്കാൾ തന്റെ കുടുംബമൊക്കെ പകരം നൽകിയിട്ടാണെങ്കിലും എനിക്ക് എന്റെ പ്രവാചകനെ കാണണമെന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ? വിശ്വാസികൾ സ്വദേഹങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആ പ്രവാചകനെയാണ്. അന്നബിയുൽ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ ഒരു മുഅ്മിൻ സ്നേഹിക്കുന്നത് ആ പ്രവാചകനെയാണ്. നോക്കൂ നിങ്ങൾ, സ്വഹാബികൾക്ക് നബിയോടുള്ള സ്നേഹത്തിന്റെ ആയം വളരെ വലുതായിരുന്നു. പ്രവാചകനോടുള്ള നിങ്ങൾക്കുള്ള സ്നേഹം എങ്ങനെയായിരുന്നുവെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ളമർ. ഞങ്ങൾക്ക് അദ്ദേഹം ഞങ്ങളുടെ സമ്പത്തിനേക്കാളും ഞങ്ങളുടെ മക്കളെക്കാളും പിതാക്കളെക്കാളും മാതാക്കളെക്കാളും വമിനൽ മാഇൽ ബാരിദി അലൽ ളമർ, അതെ, ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും പ്രിയപ്പെട്ടവൻ ആ പ്രവാചകനായിരുന്നു. ആ പ്രവാചകനോട് ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനിലേക്ക് അടുക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുക. റസൂലിനോട് ചേർന്നു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മെ അതിനായി പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. വിശ്വാസികൾക്ക് ഇനി റസൂലിനോടൊപ്പം കഴിയാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സ്വർഗത്തിൽ മാത്രമാണ്. കാരണം പ്രവാചകൻ നമ്മളോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ആ പ്രവാചകന്റെ കൂടെ നമുക്ക് താമസിക്കാൻ, ജീവിക്കാൻ അവസരം കിട്ടുക സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നബി ഉണ്ട് എന്നത് ഒരു വിശ്വാസിയെ അതിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കൊതിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ റസൂലിന്റെ കൂടെ കഴിയാൻ പ്രിയമുള്ളവരെ, ഈ മിമ്പറിൽ നിൽക്കുന്ന എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും സാധിക്കും എന്നുള്ളത് നമ്മൾ നമ്മുടെ നഫ്സിനോടൊന്ന് ചോദിക്കേണ്ട കാര്യമാണ്. റസൂലുള്ളാഹിന്റെ കൂടെ കഴിയാൻ എനിക്ക് സാധിക്കുമെന്ന് ഈ ഭയം പ്രിയമുള്ളവരെ സ്വഹാബികൾക്ക് ഉണ്ടായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ ഉന്നതമായ പദവികളിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ദുഃഖിച്ചിരിക്കാണ്. അദ്ദേഹം ദുഃഖിച്ചിരിക്കുന്നത് കണ്ടപ്പോ പ്രവാചകൻ ചോദിക്കാണ്, എന്താ സൗബാനെ, മുഖത്ത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടല്ലോ. ആ സ്വഹാബി പറയാ, നബിയെ, നിങ്ങളെങ്ങാനും ഈ ലോകത്തോട് വിട പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കാണാൻ എനിക്ക് സാധിക്കൂലല്ലോ. കാരണം സ്വർഗത്തിൽ താങ്കൾ ഉന്നതമായ സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങളെ കാണാൻ എങ്ങനെ സാധിക്കുമെന്ന സങ്കടമാണ് പ്രിയപ്പെട്ട സ്വഹാബിയെ പ്രിയമുള്ളവരെ കരയിപ്പിക്കുന്നത്. ഈ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന അക്തറു അൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ വഅന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന. അന്ത്യനാളിൽ അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും അനുയായികൾ ലഭിക്കുന്ന ആള് ഞാനായിരിക്കും. സ്വർഗവാതിൽ ആദ്യം മുട്ടുന്നത് ഞാനായിരിക്കും. സ്വർഗത്തിലെ ഉന്നതമായ പദവിയത അമ്പിയാക്കൾക്കാണ്. അതിലേറ്റവും ഉന്നതമായ പദവിയത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സലുല്ലാഹ ലിയൽ വസീല, നിങ്ങൾ എനിക്കായി എന്ത് ചെയ്യണം? അൽ വസീലയെ തേടിക്കൊള്ളണം എന്നാണ്. സ്വഹാബികൾ ചോദിക്കാണ്, യാ റസൂലല്ലാഹ് വമൽ വസീല, എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് ഈ വസീല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഗ്ലാ ദറജത്തിൻ ഫിൽ ജന്ന ലാ യനാലുഹാ ഇല്ലാ റജുലുൻ വാഹിദ് അർജു അൻ അകൂന അന ഹുവ. സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണത്.
കോടിക്കണക്കിന് മനുഷ്യന്മാരില് ഒരാൾക്കല്ലാതെ മറ്റാർക്കും അത് കരസ്ഥമാക്കാൻ സാധിക്കൂല എന്നാണ്. അതാണ് അൽ വസീല എന്ന പദവി. അത് ഞാൻ ആ വസീല എന്ന പദവി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പദവി ലഭിക്കാൻ വേണ്ടിയാണ് ഓരോ തവണയും ബാങ്കിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത ഹല്ലത ലഹു ശഫാഅതി യൗമൽ ഖിയാമ. ഈ ഒരു പദവി എനിക്ക് ആര് ചോദിച്ചു വാങ്ങി തരണോ, നാളെ പടലോകത്ത് ഖിയാമത്ത് നാളിൽ അവൻക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ശുപാർശ പറയുന്ന, ശഫാഅത്ത് പറയുന്നത്. ഈ അൽ വസീലയും അൽ ഫളീലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ലഭിക്കുന്ന രണ്ട് പദവികളാണ്. ഈ ഉന്നതമായ പദവികളിൽ വിഹരിക്കുന്ന പ്രവാചകന്റെ അടുത്ത് താമസിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ഭാഗ്യം ഉണ്ടാവണം. അതിനുള്ള മാർഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകനോട് സ്നേഹമുള്ളവർ ഈ മാർഗങ്ങൾ അധികരിപ്പിച്ച് ആ ഒരു സാമീപ്യം നേടാൻ പരിശ്രമിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ ചെയ്യുക. അഥവാ സ്വർഗത്തിൽ പ്രവാചകന്റെ കൂടെ താമസിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊറ്റ വിഷയമാണെന്ന് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് പ്രിയമുള്ളവരെ, 1400 സംവത്സരങ്ങൾക്കപ്പുറം ജീവിച്ച ആ നേതാവിന്റെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും എഴുതുമ്പോഴും എല്ലാം നമ്മൾ സ്വലാത്തും സലാമും ചൊല്ലുന്നുള്ളത്. അത് പറയാതിരിക്കുന്നതും അത് എഴുതാതിരിക്കുന്നതും പാപമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പോലും മലക്കുകളുടെ ഉന്നതമായ സഭയിൽ വെച്ച് പടച്ച റബ്ബിന് ഏറ്റവും അടുപ്പമുള്ള ആ റബ്ബിന്റെ സിംഹാസനത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മുബറക്കുകളായ മലക്കുകളോട് ആ മലഉൽ അഅ്ലയിൽ വെച്ച് ഉന്നതമായ സഭയിൽ വെച്ചുകൊണ്ട് നമ്മുടെ നേതാവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അവസാനിക്കണില്ല. ഖിയാമത്ത് നാൾ വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആകാശ ലോകത്തുള്ള ഈ റബ്ബിന്റെ സംസാരത്തെ കുറിച്ചാണ് സൂറത്തു അഹ്സാബിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, വ മലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബി, ആ നബിയുടെ പേരിൽ അതാ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങൾ ആ പ്രവാചകന്റെ പേരിൽ സലാത്തും സലാമും ചൊല്ലണമെന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നബിക്ക് അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്താ അള്ളാന്റെ സ്വലാത്ത് പറഞ്ഞാല്? അള്ളാഹുവിന്റെ സ്വലാത്ത് എന്നുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് ഹുവസ്സനാഉ അലൈഹി ഫീ മലഇൽ അഅ്ല. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാല് ഉന്നതമായ മലഉൽ അഅ്ലയിൽ, മലക്കുകൾ സമ്മേളിക്കുന്ന ആ മലഉൽ അഅ്ലയിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പ്രശംസിച്ചുകൊണ്ട് മലക്കുകളോട് സംസാരിക്കുക. അതാണ് അള്ളാഹുവിന്റെ സ്വലാത്ത്. മലക്കുകൾ സ്വലാത്തുൽ എന്ന് പറഞ്ഞ എന്താ? മലക്കുകളെ സ്വലാത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റഹ്മത്തിനു വേണ്ടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റഹ്മത്തിനു വേണ്ടി അവര് സ്വലാത്തും സലാം അഥവാ പ്രാർത്ഥന ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മലക്കുകളുടെ സ്വലാത്ത് പറഞ്ഞാല്. എന്നിട്ട് അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണെന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, ഞാനും മലക്കുകളൊക്കെ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവാചകന് വേണ്ടി സ്വലാത്തും സ്വലാമും ചൊല്ലണമെന്ന് അള്ളാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.
ഇത് അമ്രാണ് അല്ലെ, കൽപ്പനയാണ്. മുഅ്മിനാണോ ഓരോ ആണും പെണ്ണും കുട്ടികളും വ്യത്യാസമില്ലാതെ ഇത് ചൊല്ലിയിരിക്കണം. അള്ളാന്റെ താക്കീതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് ഇത് ചൊല്ലാത്തൊരാളെ സംബന്ധിച്ച് പറഞ്ഞ എന്താ അറിയോ? റഹിമ അൻഫു റജുലിൻ, അയാള് മൂക്ക് കുത്തി നശിച്ചു പോട്ടെ എന്നാണ്. പ്രവാചകന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ഒരാള് മൂക്ക് കുത്തി നശിക്കട്ടെ എന്ന്. അത്രയും ഗൗരവമായി കൊണ്ടാണ് അല്ലാഹു തആല ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അത്തരം ആളുകളെ ആക്ഷേപിക്കുന്നുണ്ട് പ്രവാചകൻ. നമുക്കറിയാമല്ലോ, നമുക്ക് കേട്ടൊരു ഹദീസാണ് എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയപ്പോ ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്തു? ആമീൻ 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 എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ വിഷയം എന്താ? ഒന്നാമത് ഒരു റമദാൻ വന്ന് കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കഴിയാത്തൊരു മനുഷ്യന് അയാൾ നരകത്തിലേക്ക് മൂക്കുകുത്തി നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ പ്രാർത്ഥിച്ചു, പ്രവാചകൻ ആമീൻ പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോ ജിബ്രീൽ പ്രാർത്ഥിക്കാണെന്ത് പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ അവസരം കിട്ടിയിട്ട് സ്വർഗം നേടാൻ പറ്റാത്തൊരു മനുഷ്യന് അയാൾ നശിക്കട്ടെ, മൂക്കുകുത്തി നശിച്ച് നരകത്തിലേക്ക് പതിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറഞ്ഞു എന്ന്. മൂന്നാമത്തത്, പ്രിയമുള്ളവരെ, എന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്തവർ നരകത്തിലേക്ക് മൂക്കുകുത്തി നശിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു, ഞാൻ ആമീൻ പറഞ്ഞു. എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. അൽ ബഖീൽ എന്നാണത്. അൽ ബഖീൽ പിശുക്കനാണ്. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത മനുഷ്യന്, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ഒരാള്, അയാള് പിശുക്കനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ ആ സ്വലാത്തിനുണ്ട് അല്ലെ. മൻ സ്വല്ല അലയ്യ സ്വലാത്ത് അലയ്യ വാഹിദൻ സ്വല്ലല്ലാഹു അലൈഹി അശറ എന്നാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലമാണ്. മാത്രമല്ല, എവിടുന്നൊക്കെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും അത് പ്രവാചകന് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തആല മലക്കുകളെ നിയമിച്ചിട്ടുണ്ട്. ഇന്ന ലില്ലാഹി മലായികത്തുൻ സയ്യാഹിന ഫിൽ അർദ് യുബല്ലിഗൂനി മിൻ ഉമ്മത്തി സലാം. എന്റെ ഉമ്മത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സലാമിനെ, സ്വലാത്തിനെ അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തിനാ പിശുക്കാണിക്കണത് അല്ലെ? 10 നന്മകൾ അല്ലാഹു തആല അയാളിൽ എഴുതി വെക്കുന്നതാണ്. 10 തിന്മകൾ അയാളിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയും. വറുഫിഅത് ലഹു 10 ദറജാത്ത് എന്നാണ്. ഇതൊക്കെ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലാണ്. അതിന് എണ്ണല്ല, അതിനൊക്കെ പ്രത്യേകമായ കണക്കിന്റെ ആവശ്യമില്ല, പ്രത്യേകമായ സ്ഥലങ്ങൾ വേണ്ട, പ്രത്യേകമായ സമയങ്ങൾ വേണ്ട. ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി പുണ്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ അത് കോമണായി നമുക്ക് എവിടുന്നും ചൊല്ലാൻ പറ്റും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്ഥലങ്ങളും ചില സന്ദർഭങ്ങളും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തും ആ സന്ദർഭങ്ങളിലൊക്കെ അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലാം. അതല്ലാത്ത സമയത്ത് നമുക്ക് എപ്പോഴും ചൊല്ലാം. ധാരാളമായി നമ്മൾ അധികരിപ്പിക്കണം. നമുക്കറിയാം, നിസ്കാരത്തിലെ തശഹുദില് ആ സ്വലാത്ത് ഉണ്ട്. മയ്യിത്ത് നമസ്കാരത്തിലെ 2ാമത്തെ തക്ബീറിന് ശേഷം ആ സ്വലാത്ത് ഉണ്ട്. വെള്ളിയാഴ്ച ദിവസമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. അന്നാണ് ആദം അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചത്. ആദം അലൈഹിസ്സലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും ആ ദിവസമാണ്. അന്നു തന്നെയാണ് കാഹളത്തിൽ ഊതപ്പെടുക. കാഹളത്തിൽ ഊതുന്ന അന്നാണ് അന്നാണ് ഈ ലോകം ഖിയാമത്ത് നാൾ സംഭവിക്കുക. അക്സിറൂ അലയ്യ മിനസ് സ്വലാത്ത്, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കണം എന്നാണ്. അഥവാ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബിന്റെ മുമ്പ് വരെ നമ്മൾ ആ സ്വലാത്തിനെ അധികരിപ്പിക്കണം. അതിന് എണ്ണല്ല, അതിന് പ്രത്യേകമായ കണക്കിന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നത്തെ ഒരു ജുമുഅയിൽ പങ്കെടുത്തു എന്നതല്ലാതെ മറ്റെന്തു പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവർ എനിക്കും നിങ്ങളെ നമുക്ക് ഉള്ളത് എന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. സ്വലാത്ത് ചൊല്ലണം എന്നല്ല പറഞ്ഞത്, അക്സിറൂന്നാണ്.
നിങ്ങൾ ധാരാളമായി കൊണ്ട് ചൊല്ലണം, ധാരാളമായി അധികരിപ്പിക്കണം. അതാ പ്രവാചകൻ ഈ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ എത്ര സ്വലാത്ത് ആ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലി എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനിയും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ മിനിമം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറയാം. ഫുള്ള് ചില സന്ദർഭങ്ങൾ, ഇപ്പോൾ ഒരു ജുമുഅ നടക്കുമ്പോൾ അവിടെ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലാൻ പറ്റൂല, സാധിക്കൂല, കാരണം അങ്ങനത്തെ ഒരു സദസ്സാണ്. അപ്പൊ അവിടെ മിനിമം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറയാം. അതല്ലാത്ത സന്ദർഭത്തിൽ അത് പൂർണ്ണമായും ചൊല്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അതിന് 40ന്റെ കണക്കില്ല, 4000ന്റെ കണക്കില്ല. അതിന് മദീനയിലേക്ക് ഒരു പാർസലും ഒരു കാർഗോയും അയക്കേണ്ട ആവശ്യമില്ല. അതിന് ടിക് ടിക് യന്ത്രത്തിന്റെ ആവശ്യമില്ല. അതിന് തസ്ബീഹ് മാല വേണ്ട, പ്രത്യേകമായ വാർഷികം വേണ്ട, പ്രത്യേകമായ സ്ഥലം വേണ്ട. അത് ചൊല്ലിയാൽ അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹു മലക്കുകളെ അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ സ്വലാത്ത് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ചൊല്ലുക. അതാണ് ഇബ്രാഹിമിയ സ്വലാത്ത് 1. 9ഓളം സ്വലാത്തിന്റെ റിപ്പോർട്ടുകൾ ഹദീസിൽ കാണാം. അവിടെ എവിടെയും ആ 9ഓളം സ്വഹീഹാക്കപ്പെട്ട റിപ്പോർട്ടുകളിൽ എവിടെയും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന് കാണൂല. പലരും സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന് ചേർക്കുന്നുണ്ട്. സയ്യിദാണ്, നമ്മുടെ നേതാവാണ് പ്രവാചകൻ, ഒരു സംശയമല്ല. നമുക്ക് പറയാം, പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സയ്യിദായ പ്രവാചകൻ, സയ്യിദുനാ റസൂലുള്ളാഹി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ സ്വലാത്ത് ചൊല്ലുന്ന സന്ദർഭത്തിൽ സയ്യിദിന എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു ഹദീസിലും സ്വഹീഹാക്കപ്പെട്ട ഒരു റിപ്പോർട്ടിലും അങ്ങനെ ഒരു വചനം പ്രിയമുള്ളവരെ കാണൂല. അതുകൊണ്ട് ബിദ്അത്താണ്. നമുക്ക് ഒരു സ്വഹാബി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലില്ലേ, അല്ലാഹുമ്മ, പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കാണ്. രാത്രി ഉറങ്ങുമ്പോൾ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക അങ്ങനെ ചൊല്ലി കൊടുത്താണ്. അവസാനം അവിടെ ഉണ്ട് ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബിനബിയിക്കല്ലദീ അർസൽത. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിറ്റേന്ന് ആ സ്വഹാബി ഇത് പഠിച്ചുകാണ്ട് പ്രവാചകൻ അങ്ങോട്ട് ചൊല്ലി കൊടുക്കുകയാണ്. അവിടെ എന്ത് ചെയ്തു നിങ്ങൾ? ആ സ്വഹാബി ചൊല്ലിയപ്പോൾ വബിനബിയിക്കല്ലദീ അർസൽത എന്നുള്ളത് ആ സ്വഹാബിയോട് മാറ്റി. കാരണം നബിയേക്കാൾ ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠമായ പദം ഏതാണ്? റസൂലാണ്. അപ്പൊ സ്വഹാബി എന്ത് ചെയ്തു? നബി എന്നുള്ളടത്ത് ഏറ്റവും മഹത്വം റസൂലിനാണല്ലോ. അതുകൊണ്ട് വബി നബിയിക്കല്ലദീനുള്ളടത്ത് വബി റസൂലിക്കല്ലദീനാക്കി. പ്രവാചകൻ ആ സ്വഹാബിക്ക് നേരെ വളരെ രൂക്ഷമായി കൊണ്ട് പറയുകയാണ്, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എന്റെ സുന്നത്തിനാര് വിപരീതം പ്രവർത്തിക്കുന്നോ അവൻ എന്നിൽപ്പെട്ടവനല്ല. അത്രയല്ല, ഒരു നബി എന്നുള്ളത് റസൂലാക്കേണ്ട പേരിലാണ്. ആ സ്വഹാബി അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചൊല്ലിയത്. പക്ഷെ അതുപോലും പ്രവാചകൻ എതിർത്തിട്ടുണ്ടെങ്കിൽ സയ്യിദുന എന്ന് ചേർക്കാൻ പ്രിയമുള്ളവർ അല്ല നമുക്ക് ആരാ അധികാരം തന്നത്? അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ സ്വലാത്തുമില്ല. ഇനിയും ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ, പല സ്ഥലങ്ങളിലും വെള്ളം കയറിലെ സാധന ലക്ഷക്കണക്കിന് നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. അല്ലാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ മഹല്ലിലെ കമ്മിറ്റി അംഗമില്ല യൂനിസ്ക, അദ്ദേഹത്തിന്റെ മകള് കോഴിക്കോട് മുക്കത്തെ KMCT ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. 7 മാസം പ്രായമായ കുട്ടിയാണ്. ലുക്കീമിയ, ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ലുക്കീമിയാണ്. ഇന്നൊരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ആ ടെസ്റ്റ് നെഗറ്റീവായാൽ
അൽഹംദുലില്ലാ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, നെഗറ്റീവ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 7 മാസം പ്രായമുള്ളൂ. അവിടെ മാനസികാവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനയിൽ അവിടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു ആ കുഞ്ഞിന് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമിക്കാനും സഹിക്കാനുള്ള നല്ലൊരു മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഒരു മെമ്പർ നിലയ്ക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ സംസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.